ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഏഞ്ചൽ ലവർ എന്ന എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ദിവസം, സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ഓരോ ദിവസം. അപ്പോൾ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാണ് ചിയാ സീഡ്, ലെമൺ, ഇഞ്ചിയും കൂടിയിട്ടുള്ള ഒരു വെള്ളം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് ജോലിക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ ബ്രഷ് ചെയ്തു, കുളി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇന്ന് എൻ്റെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ ഈ പേര് തന്നെയാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഓട്ടപ്പാണ്. ഓട്ടപ്പം അത് കൂടിയിട്ട് തേങ്ങാപ്പാൽ ഉണ്ടോ, തേങ്ങാപ്പാലും ഓട്ടപ്പമാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതാ നല്ലൊരു ബ്ലാക്ക് ടീ ഉണ്ട്. ഓക്കെ, അപ്പോൾ കഴിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ജോലിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഏഞ്ചലിൻ്റെ കൂടെയാണ്. എൻ്റെ ഷോർട്സിലേക്ക് കണ്ടിട്ടുണ്ടാവും, ഇതാണ് എൻ്റെ ഏഞ്ചൽ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോവാണ്. ഇന്ന് കുറച്ച് നേരം വൈകി. എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളതുകൊണ്ട് എഴുന്നേക്കാൻ കുറച്ച് നേരം വൈകി പോയി. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പോവാണ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ് ഇത്. പിന്നെ മലപ്പുറം ജില്ലയിൽ കോക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ബോർഡറാണ്, മലപ്പുറം പാലക്കാടിൻ്റെ ബോർഡറിലാണ് ഉള്ളത്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലോട്ട് കയറും. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വണ്ടി ഓടിക്കുന്ന സ്റ്റാൻഡിലേക്ക് 3.5 കിലോമീറ്ററാണ്. അപ്പോൾ ആ 3.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് എത്തി. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാൻഡ് കാണിക്കാം. ഓക്കെ, ഹൈവേയിലോട്ട് കയറി കേട്ടോ. ഇതാണ് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ ആണ് ഇത്. അപ്പോൾ നമ്മൾ ചങ്ങരംകുളം ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡായി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാം. ഓക്കെ, ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പമ്പിലെത്തി. ഓട്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ഇതാണ്, ഓട്ടം. ഇതാണ് നമ്മുടെ ചെക്കൻ. ഇത് നമ്മുടെ മുത്തുമണിയാണ്, ഉസ്മാനാണ്, നമ്മുടെ കൽബാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കാറുള്ളൂ. പക്ഷേ ഇവരടിച്ചാലേ എനിക്കൊരു മനസ്സിനൊരു സുഖമുള്ളൂ. നമ്മുടെ ചങ്കപ്പനാണ് ഉസ്മാൻ, മുത്തുമണി. അപ്പോൾ ഡീസൽ അടിച്ച് ഞങ്ങൾ വിടുകയാണ്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡിൽ വണ്ടിക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 4 വണ്ടിയുള്ളൂ. പിന്നെ ഇതാണ് ചങ്ങരകുളം. ഇത് നമ്മളെ ഹോസ്പിറ്റൽ, ഇതാണ് നമ്മളെ സൺറൈസ് ഹോസ്പിറ്റൽ എന്ന് പറയും ചങ്ങരകുളത്ത്. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയേണ്ടതാണ്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. ഈ ഹോസ്പിറ്റൽ അറഫ എന്നായിരുന്നു ഇതിൻ്റെ മുന്നത്തെ പേര്. ഇപ്പോൾ സൺറൈസ് എന്ന് പറയും, സൺറൈസ് ഹോസ്പിറ്റൽ എന്ന് പറയും, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാൻഡിലെ വിശേഷങ്ങൾ. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല സ്റ്റാൻഡിൽ. ഏകദേശം ഇവിടെ മൊത്തം ഈ നമ്മളവിടെ 4 സ്റ്റാൻഡാണുള്ളത്. 5 സ്റ്റാൻഡുണ്ട്, ഒരു 100-300 വണ്ടി കാണും. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ ഇത് നമ്മുടെ മാമയാണ്. ഞങ്ങൾ മാമ എന്ന് വിളിക്കുന്ന ആളാണ്. മാമ വേണ്ട എന്നാൽ മാമ കാണിച്ചു കൊടുക്കുക, എല്ലാവരും കാണട്ടെ. നിങ്ങൾ വേൾഡ് ഫേമസ് ആകാൻ പോവാണ്. ഇത് നമ്മൾ അയ്യൂബക്കാണ്, നമ്മുടെ കൂട്ടുകാരൻ്റെ വാപ്പയാണ്. ഇത് ആള് CNG വണ്ടി കേട്ടോ. മാമ പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു 50 വർഷത്തെ
എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇത് മാമയുടെ വണ്ടി. ഇത് പിന്നെ ഈ ഇരിക്കണ ഇവൻ്റെ നിഷാദ്. ഇവനക്കൊരു പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല. അങ്ങനെ ഇവനിങ്ങനെ വണ്ടി ഓടിച്ച് ജീവിക്കൊന്നും വേണ്ട, എന്നാലും ഇങ്ങനെ ഒരു ടൈം പാസിന് വരണതാണ്. കണ്ടല്ലേ, ഇവൻ ഇങ്ങനെ വേണ്ടിയിട്ട് വരണതാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വന്നാൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. നമ്മുടെ സ്റ്റാൻഡിൽ വണ്ടികൾ കൂടി ഓട്ടമില്ല കേട്ടോ. ഈ റോട്ടില്ല. ഈ ചെങ്ങായൊക്കെ ഇവിടെ ഉള്ള കാരണമാണ് ഓട്ടമില്ലാത്തത്. മൂപ്പര് ഇവിടുത്തെ മെയിൻ കച്ചറ. മൂപ്പര് വേറൊരു കച്ചറ. അത് ഭയങ്കര കച്ചറാണ് മൂപ്പര്. മെയിൻ കച്ചറ അതാ നിൽക്കണേ. അയാൾ ഭയങ്കര പ്രശ്നമാണ്. കണ്ട, അതായത് നമ്മുടെ സ്റ്റാൻഡിൽ വണ്ടികൾ ഇങ്ങനെ പെരുത്ത് എടുക്കുകയാണ്. നമ്മൾ ഇത്ര നേരം വന്നിട്ട് ഒരു റുപ്യക്ക് ഓടിയില്ല. എന്താ ഓരോരുത്തർ ഫോണായിട്ട് ഇങ്ങനെ ഇരിക്കും വണ്ടിയിൽ. അല്ല, ഇതൊരാള് മൂപ്പര് മാസ്ക് വെച്ചിട്ട് ഫുൾ കാര്യങ്ങളെപ്പോഴും സെറ്റാണ്. ഇത് ഞങ്ങള് താടിയപ്പാന്ന് പറയാം. നമ്മളെ കുതിരത്ത് മുത്തോണിയാണ്. കണ്ടാ താടി കണ്ടല്ലോ എൻ്റെ മുത്തിൻ്റെ താണ്ട. ഇന്നത്തെ നമ്മുടെ ഓട്ടമൊക്കെ കഴിഞ്ഞ്. ഇന്ന് വളരെ മോശമായിരുന്നു. പിന്നെ ശനിയാഴ്ച നല്ല ദിവസം ആവാറുണ്ട്, പക്ഷെ ഇന്ന് സീനാണ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊരു ബില്ല് കിട്ടിയിട്ടുണ്ട്. അതായിട്ട് നമുക്ക് കടയിലൊന്ന് പോയി നോക്കാം. ഓക്കെ. കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കടയിലത്തെ സാധനങ്ങൾ മേടിക്കാം. എന്തൊക്കെ ബില്ലും നമ്മുടെ ഓട്ടവും തമ്മിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കേസ് നമ്മൾ പോവാണ്. വണ്ടി ഓടിയത് 500, വീട്ടിലെ ബില്ല് 475. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ബില്ലാണ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും കള്ളം കാലിയാണ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോകാം. നമ്മൾ വീട്ടിൽ പോവാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അതാണ്. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും നമുക്ക് അതോടെ കണ്ടിട്ട് നമുക്ക് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു സംഭവമുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഓക്കെ, വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, ഞാൻ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓൺ അടിച്ച്, അതാ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ്. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സന്തോഷങ്ങൾ. ഇതാണ് നമ്മുടെ ഏറ്റവും വലുത്. ഇതാണ് നമ്മളിന്ന് വീട്ടിലെത്തി. നമ്മുടെ പൊന്നുംകുടങ്ങൾ ഉണ്ടല്ലേ, വേണ്ട